എയിംസ് വിഷയത്തിൽ ബി.ജെ.പിയിൽ തർക്കം തുടരുകയാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ തള്ളി ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് രംഗത്തെത്തി. എയിംസ് ഏത് ജില്ലയിലാണെങ്കിലും സ്വാഗതം ചെയ്യുകയാണ്. തൃശൂരിലോ ആലപ്പുഴയോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന സുരേഷ് ഗോപിയുടെ നിലപാട് ബി.ജെ.പിക്കില്ല എന്ന് എം.ടി. രമേശ് വ്യക്തമാക്കുകയാണ്. ബി.ജെ.പി കേരള ഘടകത്തിന് ഒരു നിലപാടേ ഉള്ളൂ. അത് എയിംസ് കേരളത്തിൽ വേണം എന്നുള്ളതാണ്. കേരളത്തിൽ എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേരള ഗവൺമെൻറ് അവകാശപ്പെടുന്നത് പോലെ ആരോഗ്യരംഗത്ത് വലിയ കുതിച്ചുകയറ്റമൊന്നും കേരളത്തിലില്ല. പ്രത്യേകിച്ചും ചില ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വന്നാൽ അതിന് ജനങ്ങൾക്ക് ആശ്രയിക്കാനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ പൊതുവേ കേരളത്തിൽ കുറവാണ്. ഓരോ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എയിംസ് അവിടെ വേണമെന്ന് ആഗ്രഹമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്തരം അഭിപ്രായം പറയുന്നത് തെറ്റില്ല. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഇന്ന സ്ഥലത്ത് എയിംസ് വേണമെന്ന് ബി.ജെ.പി കേരള ഘടകം ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല. കേരളത്തിൽ വേണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എയിംസ് എവിടെ വേണമെന്ന് ബി.ജെ.പി തീരുമാനിച്ചിട്ടില്ല എന്ന് വി മുരളീധരനും പറഞ്ഞു. ഓരോ സ്ഥലത്തും എയിംസ് വേണമെന്ന് എല്ലാവർക്കും ആവശ്യപ്പെടാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും വി മുരളീധരൻ പ്രതികരിച്ചു. ബി.ജെ.പി അല്ലല്ല തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരുമാണ്. കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എയിംസ് എവിടെ വേണമെന്നുള്ളത് അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. ബി.ജെ.പി സംസ്ഥാന വ്യാപകമായിട്ട് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടുമില്ല. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് വേണമെന്ന് പറയുമോ? നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയോ കൊല്ലത്ത് വേണമെന്നല്ലാതെ നിങ്ങളെന്തൊക്കെ പറയോ? ഇതേപോലെയുള്ള സ്വാഭാവികമല്ലേ അത്. പൊതുപ്രവർത്തകരെല്ലാവരും അവരവരുടെ പ്രദേശത്തിൻ്റെ വികസനം ആഗ്രഹിക്കും. അതിലൊരു തെറ്റുമില്ല. അർച്ചന രവീന്ദ്രനും വി എസ് രഞ്ജിത്തും വിവരങ്ങളുമായി. ആദ്യം അർച്ചനയിലേക്ക്. അർച്ചന, ഇപ്പോൾ എം.ടി. രമേശ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരിക്കുമല്ലോ ഇത് പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ സുരേഷ് ഗോപിയുടെ നിലപാട് തള്ളുന്നു എന്ന രൂപത്തിൽ തന്നെയല്ലേ ആ പ്രതികരണം? അത് തന്നെയാണ്. കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി തന്നെ ഭിന്നത രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇത്തരത്തിൽ എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ എം.ടി. രമേശ്, ബി.ജെ.പിയിൽ നിന്ന് എം.ടി. രമേശ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സുരേഷ് ഗോപിയെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ എയിംസ് വേണമെന്ന ആവശ്യം ശക്തമാണ്. പക്ഷേ അത് എവിടെ വേണമെന്ന കാര്യം ഇത്തരത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് ബി.ജെ.പി അല്ല എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലോ ആലപ്പുഴയോ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന സുരേഷ് ഗോപിയുടെ നിലപാട് തീർത്തും അത്തരത്തിലൊരു നിലപാട് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ എം.ടി. രമേശ് രംഗത്ത് വരുന്നത്. ഇത്തരത്തിലൊരു നിലപാട് ബി.ജെ.പിക്ക് ഇല്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. എന്തായാലും ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് എം.ടി. രമേശ് അടക്കം ഇപ്പോൾ രംഗത്ത് വരുന്നത്. എയിംസ് വിഷയത്തിൽ നേതാക്കൾ പ്രതികരണത്തിലേക്ക് വരുന്നത്, സുരേഷ് ഗോപി ആവർത്തിച്ച് ഈ കലുങ്ക് പരിപാടിയിൽ ആലപ്പുഴയിൽ അത് കൊണ്ടുവരുമെന്ന് പറയുന്നു. അത് കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ആലപ്പുഴയില്ലെങ്കിൽ അത് തൃശ്ശൂരിലായിരിക്കുമെന്ന് പറയുന്നു. ആ നിലപാട് നേരത്തെ തന്നെ കേരള ഘടകം അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അത് തള്ളിയതാണ്. അതിനുശേഷം വീണ്ടും സുരേഷ് ഗോപി അത് പറയുന്നത് അത് ആവർത്തിക്കുന്നതും കണ്ടു. ഇപ്പോൾ ഇക്കാര്യത്തിൽ രണ്ട് നിലപാടായിരിക്കുന്നു കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾക്കിടയിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോ സുരേഷ് ഗോപി എടുക്കുന്ന നിലപാടുകൾ, നടത്തുന്ന പ്രതികരണങ്ങൾ പൊതുവെ ബി.ജെ.പി സംസ്ഥാന ഘടകത്തിന് തലവേദനയാകുകയാണ്? സ്മൃതി, തീർച്ചയായിട്ടും എയിംസുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവന പാർട്ടിക്ക് തീർത്തും അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാരണം പാർട്ടിയുടെ ഔദ്യോഗികമായ നിലപാടിൽ അത് തിരുവനന്തപുരത്തോ തൃശ്ശൂരിലോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പാറശാലയിൽ ഒരു സ്ഥലം ബി.ജെ.പി തന്നെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ബി.ജെ.പി കണ്ടെത്തിയാൽ പോരാ, സംസ്ഥാന സർക്കാർ കണ്ടെത്തണം. പക്ഷേ ബി.ജെ.പി അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വീണ ജോർജ് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു, ഇതിലൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഇനി ബാക്കിയുള്ളത്. ആ രാഷ്ട്രീയ തീരുമാനം സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് ബി.ജെ.പി എടുക്കേണ്ട തീരുമാനമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമാണ് ബാക്കിയുള്ളതെങ്കിൽ അതിൽ ബി.ജെ.പിക്കുള്ളിൽ ഏകാഭിപ്രായമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സുരേഷ് ഗോപി വളരെ അസന്നിഗ്ധമായി തന്നെ അത് ആലപ്പുഴയിൽ വേണമെന്ന് ആവർത്തിച്ചു പറയുന്നു. എന്നാൽ ബി.ജെ.പി നേതാക്കന്മാർ അത് ഗ്രൂപ്പിന് അതീതമായി തന്നെ, ഇപ്പോൾ എം.ടി. രമേശും വി മുരളീധരനും ഒക്കെ പറയുമ്പോൾ ഗ്രൂപ്പ് ഭേദമന്യേ സുരേഷ് ഗോപിയുടെ നിലപാടിന് എതിരെ രംഗത്ത് വരുന്നു. അങ്ങനെ ആലപ്പുഴയിൽ വേണമെന്നൊരു അഭിപ്രായം പാർട്ടിക്കില്ല എന്ന് പറയുന്നു. പാർട്ടിക്കുള്ളിൽ ഒരു അഭിപ്രായമുണ്ട്. അതൊരു പക്ഷേ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞേക്കാം. പക്ഷേ കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ അഭിപ്രായം പറയുമ്പോൾ കേന്ദ്ര സർക്കാർ എത്രത്തോളം പാർട്ടിക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിക്കൊപ്പം നിൽക്കും എന്നൊരു ആശങ്ക പാർട്ടി പ്രവർത്തകർക്കും സംസ്ഥാന സർക്കാരിനും ഒക്കെ ഉണ്ടാവും. സംസ്ഥാന സർക്കാർ ആ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് കിനാലൂരിലാണ്. കിനാലൂരിലെ ജനങ്ങളാണെങ്കിൽ അവിടെ എയിംസ് വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. അവിടെ സ്ഥലം വിട്ടുകൊടുക്കാൻ കാത്തിരിക്കുന്നു. സ്ഥലം നോട്ടിഫൈ ചെയ്തിരിക്കുന്നു. ആ നോട്ടിഫൈ ചെയ്യപ്പെട്ട സ്ഥലത്ത് അത് വിൽക്കാനോ ഒന്നും സാധിക്കാത്ത വിധത്തിൽ കുറേ ആളുകൾ, കുറേ മനുഷ്യർ ആ സ്ഥലത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, വി എസ് രഞ്ജിത്തും അർച്ചന രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്.